ഞാൻ അഡ്വക്കേറ്റ് നൂർജി നൗഷാദ്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ മക്കളാണ് ഐഷയും ഫാത്തിമയും. ഇവർ രാജഗിരി ക്രിസ്തു ജയന്തിയിൽ 9th പഠിക്കുന്നു, ട്വിൻസാണ്. അപ്പോൾ ഇവർ 8th പഠിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം വരെ ഇവർക്ക് ട്യൂഷൻ ഇല്ലായിരുന്നു, ഒരു സബ്ജക്റ്റിനും ഇല്ലായിരുന്നു. അപ്പോൾ മാത്സ് കുഴപ്പമില്ലാതെ അങ്ങനെ ഒരു 7th വരെയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. 8th എത്തുമ്പോഴത്തേക്കിന് 7th വരെ കുഴപ്പമുണ്ടായിരുന്നു കുറച്ചൊക്കെ, എന്നാലും നമ്മളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. 8th ഫസ്റ്റ് ടേമൊക്കെ ആയപ്പോഴത്തേക്കിന് മാർക്ക് വന്നപ്പോൾ നല്ല വ്യത്യാസം, നല്ല കുറവ് കണ്ടപ്പോൾ ശരിക്കും ഒരു വിഷമമായി. ബാക്കി എല്ലാത്തിനും നല്ലപോലെ മാർക്കുണ്ട്. അപ്പോൾ മാത്സിൻ്റെ മാർക്ക് വല്ലാണ്ട് കുറഞ്ഞപ്പോൾ ഞാൻ അതുവരെയും ട്യൂഷനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മാത്സിന് അത്യാവശ്യമാണ് ട്യൂഷൻ എന്ന് കരുതിയിട്ടാണ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തു. കാരണം നമ്മുടെ അടുത്തെങ്ങും അങ്ങനെ ഉള്ളതായിട്ട് അറിയുന്നില്ലായിരുന്നു. മാത്സ് ട്യൂഷൻ കൊച്ചി എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു. വിളിച്ചപ്പോൾ തന്നെ ജോയ്സി മാമാണ് എടുത്തത്. അപ്പോൾ വന്ന് കാണാൻ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വൈകുന്നേരം തന്നെ ഒരു സമയം തന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആംബിയൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ക്ലാസ് റൂമെല്ലാം ഞങ്ങൾ കണ്ടു. പിന്നെ ജോയ്സി മാമിൻ്റെ ഞങ്ങളോടുള്ളൊരു ഇൻട്രൊഡക്ഷൻ, കുട്ടികളോട് സംസാരവും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ പ്ലീസിങ് ആൻഡ് പ്ലസൻറ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. അത് തന്നെ ഒരുപാട് അങ്ങോട്ട് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികളെ വിടാനൊരു കംഫർട്ടബിൾ സോണാണെന്നും തോന്നി. അങ്ങനെയാണ് ഞാനിവിടെ അഡ്മിഷൻ എടുത്തു. പിറ്റേന്ന് തൊട്ട് വന്നു തുടങ്ങി. ഇവരാദ്യം തന്നെ പറഞ്ഞതാണ്, ഫ്രീ ആയിട്ട് എന്താ പറയുക, ഒരു പേടിയില്ലാതെ മാത്സ് പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്, മാം നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നീട് ദിവസവും ഞാൻ അതിൻ്റെ ഓരോ ദിവസത്തെയും ക്ലാസ്സിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അതിനും നമുക്കൊരു ചാൻസ് കിട്ടുന്നുണ്ട്. ജോയ്സി മാമിൻ്റെ ആ ഒരു പഠിപ്പിക്കലിനെ പറ്റി കുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ അതിനെപ്പറ്റി പറയാൻ ഏറ്റവും നല്ല ആൾക്കാർ. എങ്ങനെയാണ് ഐഷ പറയും? ജോയ്സി മാം നല്ല ഫ്രണ്ട്ലി ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ അത് ക്ലാരിഫൈ ചെയ്യാൻ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഉണ്ട് മാമിന്. മാം അത് നല്ല ഡീറ്റെയിൽഡായിട്ട് എന്നാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഒരു സിമ്പിളായിട്ട് പറഞ്ഞു തരും. സ്കൂളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമായിട്ടൊരു അറ്റൻഷൻ അധികം കിട്ടാറില്ല. ജോയ്സി മാം പക്ഷേ എത്ര പേരുണ്ടെങ്കിലും നമുക്ക് നല്ല സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും മാം. മാമിന് കുറേ ഗ്രേഡിൽ എടുക്കുന്നുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ഒക്കെ ഉണ്ടെങ്കിലും കറക്റ്റ് നമുക്ക് അൺഡിവൈഡഡ് അറ്റൻഷനും കറക്റ്റായിട്ട് പറഞ്ഞു തരിക എല്ലാം ചെയ്യും. നമുക്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇവർക്ക് ഫസ്റ്റ് ടൈമിൽ 56 ഒക്കെ ആയിരുന്നു മാത്സിന് ഔട്ട് ഓഫ് 80. സെക്കൻഡ് ടൈം ആഫ്റ്റർ ദി ട്യൂഷന് ശേഷം സെക്കൻഡ് ടൈമിലെ റിസൾട്ട് വന്നപ്പോൾ അത് 77 എത്തി. അപ്പോൾ ആ ഒരു ഗ്രാഫ് ഉയർന്നത് തന്നെയാണ് ഏറ്റവും വലിയതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. അത്രയും ഉയരത്തിലേക്ക് ഇവരെ എത്തിക്കാൻ പറ്റിയെങ്കിൽ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് മാത്സ് ട്യൂഷൻ കൊച്ചി. എസ്പെഷ്യലി ജോയ്സി മാമിൻ്റെ പഠിപ്പിക്കലും ആ ഒരു എന്താ പറയുക, കുട്ടികളെ സ്നേഹത്തോടെ മാത്സിലേക്ക് എങ്ങനെ കുട്ടികളെ അടുപ്പിക്കാം, എങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്സ് പഠിക്കാമെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് ജോയ്സി മാമിൻ്റെ ആ ഒരു എന്താ പറയുക, ടീച്ചിങ് മെത്തേഡ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ അതിന് ഏറ്റവും നല്ല എന്താ പറയുക, ഏറ്റവും നന്ദി എന്ന് പറയാനായിട്ട് വേറെ വാക്കില്ല. ഈ മാർക്ക് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഇത്രയും നല്ലൊരു ഗ്രാഫ് അവരുടെ ഉയരാൻ കാരണവും ഇവിടെ വന്ന് പഠിച്ചുകൊണ്ട് തന്നെയാണ്.